ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. തിരുവനന്തപുരം പാറശാലയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം അച്ഛൻ വിജയ് ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ കീഴടങ്ങി. കരിക്കത്തി കൊണ്ടാണ് കൊല നടത്തിയത്. കുടുംബ വഴക്ക് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വിജയനെ നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്യാണ വീട്ടിൽ മദ്യത്തെ ചൊല്ലി തർക്കം, ഒരാൾക്ക് കുത്തേറ്റു. പന്നിയങ്കരയിൽ കല്യാണ വീട്ടിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കത്തി കൊണ്ട് മുറിവേറ്റു. ഇൻസാഫ് എന്ന ആൾക്കാണ് മുറിവേറ്റത്. ചക്കുംകടവ് സ്വദേശി മുബീൻ ബാർബർ ഷോപ്പിലെ കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് മുറിവേറ്റ ഇൻസാഫിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്യാണ വീട്ടിൽ മദ്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണ കാരണമെന്നാണ് വിവരം. അതിഥി തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി, തല അറുത്തുമാറ്റിയ നിലയിൽ. പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിലാണ് സംഭവം. അട്ടപ്പാടി റാവൂട്ടാൻ കല്ലിലെ സ്വകാര്യ തോട്ടത്തിലെ ജോലിക്കാരനായ ഝാർഖണ്ഡ് സ്വദേശി രവിയാണ് മരിച്ചത്. തല അറുത്തുമാറ്റിയ അവസ്ഥയിലാണ് രവിയുടെ ശരീരം കണ്ടെത്തിയത്. രവിയെ ആക്രമിച്ചുവെന്ന് കരുതപ്പെടുന്ന അസം സ്വദേശി ഇസ്ലാം ഒളിവിലാണ്. വാഴയുടെ കൈ വെട്ടിയെന്നാരോപിച്ച് ആദിവാസി യുവാവിന് നേരെ ക്രൂര ആക്രമണം. പറമ്പിൽ കയറി വാഴയുടെ കൈ വെട്ടിയെന്നാരോപിച്ച് ദലിത് യുവാവിനെ സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം ക്രൂരമായി ആക്രമിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. വയനാട് എളേരിത്തട്ട് മയിലുവള്ളി സ്വദേശിയായ 32കാരന്റെ പരാതിയിൽ എളേരിത്തട്ടിൽ കട നടത്തുന്ന റെജി, രേഷ്മ, രതീഷ്, നിദീന എന്നിവർക്കെതിരെയാണ് ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എളേരിത്തട്ടിൽ വെച്ച് യുവാവിനെ തടഞ്ഞു നിർത്തി വടികൊണ്ട് അടിക്കുകയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് റെജിയുടെ കടയിൽ എത്തിച്ച് നിലത്തിട്ട് ചവിട്ടി മുഖത്ത് തുപ്പിയെന്നാരോപിച്ചാണ് പരാതി. തൊട്ടടുത്ത പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ റെജിയുടെ പറമ്പിലെ വാഴയുടെ കൈ യുവാവ് വെട്ടിയതിന്റെ വിരോധത്തെ തുടർന്നാണ് ആക്രമിച്ചത്.